ഞാൻ പറഞ്ഞു അടുത്ത കേരളത്തിന്റെ ഭാവി പ്രതി വീണ്ടും ഈ പറഞ്ഞ പോലെ തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഒരു എന്തായാലും ഈ നടന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വരേണ്ടതാണ്. നമ്മൾ പണ്ട് പറയണ പോലെ തിരുവനന്തപുരം ലോബി, കൊച്ചി ലോബി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ കാസർഗോഡ് ഒരു ലോബി എന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. രാജേഷ് മാധവന്റെ പെണ്ണും പൊറാട്ടും IFK ഭയങ്കര അഭിപ്രായമാണ്. അല്ല, ഈ പറഞ്ഞ പോലെ കാസർഗോഡിന്റെ പുറത്തോട്ട് കിടന്ന് സജീവമാവാൻ തുടങ്ങിയോ മാഷ്? ഞാനിപ്പോ കാസർഗോഡിലെ ലൊക്കേഷൻ ഒന്നും സിനിമയില് ഞാൻ ഇല്ലാന്നാണല്ലേ ഇപ്പൊ ഉള്ളതെല്ലാം പുറത്ത്. സീരിയൽ കാണുന്നൊരു വിഭാഗം ആളുകളുണ്ട്. അത് വീട്ടില് ഇതുവരെ നമ്മളെ ചിലപ്പോ സിനിമാ തിയേറ്ററിലൊന്നും നമ്മളെ കാണാത്ത ആളുകളും സീരിയൽ കാണാം. അപ്പൊ അങ്ങനെ ഇല്ല. ഇന്നത്തെ കേസ് കൂടുതൽ സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹം വിളിച്ചത്. സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞ് വിളിച്ചു. പിന്നീട് എന്തായാലും അടുത്ത സിനിമക്ക് വിളിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ അതിന് വലിയ സന്തോഷമല്ലേ? പ്രിയദർശൻ സാറിനൊക്കെ നമ്മുടെ സിനിമയിലേക്ക് വിളിക്കാൻ പറഞ്ഞു. സന്തോഷമായി. ഒരു സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു പ്രതീക്ഷിച്ച ഒരാളെ അല്ല. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണൻ മാഷാണ് നമ്മളോട് ഉള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട മജിസ്ട്രേറ്റ് അല്ലെ, അങ്ങനെ പറഞ്ഞാലായിരിക്കും എല്ലാവർക്കും അറിയുന്നത്. ഇപ്പൊ എന്താണ് പുതിയ വിശേഷം? ഇപ്പൊ 4 സ്റ്റോറി സിനിമയുടെ ബന്ധപ്പെട്ടാണ് നമ്മൾ എന്താണ് 4 സ്റ്റോറിയെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് 4 സ്റ്റോറി? ഷാനാണ് അതിന്റെ തിരക്കഥയും അതുപോലെ സംവിധാനം ചെയ്യുന്നത്. ഒരു പുതിയ യൂത്തിന്റെ സിനിമയാണ്. എന്താണ് യൂത്തിന്റെ? ഞാനൊരു യൂത്ത് ആയിട്ടുണ്ടാവും. എപ്പോഴും യൂത്ത് തന്നെയാണ്. ഇതിൽ കഥാപാത്രം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അത് റിസോർട്ടിന്റെ ഉടമയായിട്ട് തന്നെയാണ്. പിന്നെ എങ്ങനെ പോകുന്നു ഇപ്പൊ കാര്യങ്ങളൊക്കെ? ഇപ്പോ ജനുവരി 16 പെണ്ണ് കേസ് റിലീസാണ്. സിദ്ധാർത്ഥ് ഡയറക്ടർ, നിഖില വിമൽ നായികയായിട്ട്. അതിന്റെ ഷൂട്ടൊക്കെ എവിടെയായിരുന്നു? അത് വയനാട്. പൂർണ്ണമായ വയനാട്ടിൽ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് പണ്ട് പറയണ പോലെ തിരുവനന്തപുരം ലോബി, കൊച്ചി ലോബി എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ കാസർഗോഡ് ഒരു ലോബി എന്നൊക്കെയാണല്ലോ ഇപ്പൊ പറയുന്നത്. രാജേഷ് മാധവന്റെ പെണ്ണും പൊറാട്ടും IFK ഭയങ്കര അഭിപ്രായമാണ്. അല്ല, ഈ പറഞ്ഞ പോലെ കാസർഗോഡിന്റെ പുറത്തോട്ട് കിടന്ന് സജീവമാവാൻ തുടങ്ങിയോ മാഷ്? ഞാനിപ്പോ കാസർഗോഡിലെ ലൊക്കേഷൻ ഒന്നും സിനിമയില് ഞാൻ ഇല്ലാന്നാണല്ലേ ഇപ്പൊ ഉള്ളതെല്ലാം പുറത്ത് തന്നെയാണ്. ഇനിയിപ്പോ പ്രകമ്പന റിലീസ് ആവാനുണ്ട്. അതിന്റെ ഡയറക്ടർ നമ്മള് കാസർഗോഡ് ജില്ലക്കാരനാണ്. നദികൾ സുന്ദരി അമ്മ ചെയ്ത വിജേഷ് പാടത്ത്. അദ്ദേഹത്തിന്റെ സിനിമ 23-ന് റിലീസ് ആവുന്ന ഒരു ജനുവരി. അവസാനത്തെ. പിന്നെ ഈ ഏഷ്യാനെറ്റിലൊരു സീരിയലിന്റെ ഒരു ഗസ്റ്റ് ആയിട്ട് ഉണ്ട്. ഏതാണത്? അതിന്റെ പേര് ഈ പുഴയും കടന്നു. അതൊക്കെ ഗസ്റ്റ് റോൾ ആണോ? അതൊരു ഗസ്റ്റാണ്. അവര് ആദ്യത്തെ ഒരു കുറച്ച് എപ്പിസോഡിൽ മാത്രമേ ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഗസ്റ്റ് ആയതുകൊണ്ടാണോ? അത് ത്രൂ ഔട്ട് വേഷം എങ്ങനെയാണ്? ഇപ്പൊ സീരിയലിനോടുള്ള ഒരു സീരിയലിനോട് അങ്ങനെയല്ല. ഈ സീരിയൽ കാണുന്നൊരു വിഭാഗം ആളുകളുണ്ട്. അത് വീട്ടില് ഇതുവരെ നമ്മളെ ചിലപ്പോ സിനിമാ തിയേറ്ററിലൊന്നും നമ്മളെ കാണാത്ത ആളുകളും സീരിയൽ കാണാം. അപ്പൊ അങ്ങനെ ഇല്ല ഓഡിയൻസ്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ എവിടെയോ ഞാൻ വായിച്ചു, സിനിമയെക്കാട്ടും കൂടുതൽ ബിസിനസ് നടന്നിരിക്കുന്ന ഒരു സീരിയൽ മേഖലയിലാണ്. അത്രയധികം സീരിയല് മാത്രം ആശ്രയിച്ച് എല്ലാ കാണികളുണ്ട്. സീരിയൽ മാത്രം കാണുന്നത്. സിനിമ തിയേറ്ററിൽ പോയി കാണാത്ത ആളുണ്ട്. അപ്പൊ അവരും കൂടി നമ്മളൊന്ന് കാണുന്നത് നല്ലതല്ലേ? ജസ്റ്റ് ആയിട്ടാണ് എന്തായാലും. അതെ. ഇപ്പോ ഞാൻ കുറച്ചു കാലം മുമ്പ് നമ്മുടെ കൊറോണ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഭാഗമായിട്ട് അന്ന് ഞാൻ ഒരു ഇന്റർവ്യൂ, പ്രിയദർശൻ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടിരുന്ന ഇന്നസെന്റ് ആയിരുന്നു വെച്ചിരുന്ന റോളാണ്. അതാണ് മാഷിന് കൊടുത്തതെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇത്ര വലിയൊരു പ്രഗത്ഭരുടെ ഒക്കെ പകരക്കാരനായി പ്രഗത്ഭരായ സംവിധായകർ വരെ കണക്കാക്കി തുടങ്ങി. അപ്പൊ എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? സാറിന്റെ ഒരു സാറാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതെ. ഇന്നത്തെ കേസ് കൂടുതൽ സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹം വിളിച്ചത്. സിനിമ കണ്ട് അഭിപ്രായം പറഞ്ഞ് വിളിച്ചു. പിന്നീട് എന്തായാലും അടുത്ത സിനിമക്ക് വിളിക്കുമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ അതിന് വലിയ സന്തോഷമല്ലേ? പ്രിയദർശൻ സാറിനൊക്കെ നമ്മുടെ സിനിമയിലേക്ക് വിളിക്കാൻ പറഞ്ഞു. സന്തോഷമായി. ഈ സിനിമയിലേക്ക് വരാൻ വൈകിന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഞാൻ ചോദിച്ച എങ്ങനെയാണ്? ഇപ്പൊ നാടകം പണ്ടേ ഉണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അധ്യാപകനായിരുന്നു. അപ്പോ സിനിമയിലേക്കുള്ള ഒരു ശ്രമം ഒന്നും നടത്താത്തോ? അതോ കാസർഗോഡ് പോലത്തെ ഒരു സ്ഥലത്തായതുകൊണ്ട് സിനിമ അവിടെ എത്താത്തത് കൊണ്ട് അന്ന് അങ്ങനെ ഒരു സാധ്യത എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു പ്രതീക്ഷിച്ച ഒരാളെ അല്ല. ശ്രമിച്ചിട്ടില്ല. ഇല്ല, അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടുമില്ല. ആഗ്രഹിച്ചിട്ടില്ല പറഞ്ഞാല് നമ്മള് ഈ സിനിമ എന്നെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടല്ലോ.
ഇങ്ങനെയുള്ള ആളുകളാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഏത് രൂപമാണോ ഉദ്ദേശിച്ചത്? ആ രൂപവും സൗന്ദര്യം ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. പക്ഷെ അത് മാറ്റി എഴുതി നമ്മളെ ശ്രീനാഥനെ പോലുള്ള അതെ അതെ ഞാൻ അതെ പണ്ടൊക്കെ ഭരത് ഗോപി പോലുള്ള അച്ഛൻ കുഞ്ഞി ഇവരൊക്കെ അതൊക്കെ പൊളിച്ച് അതെ അതെ അതെ. അതുകൊണ്ട് പിന്നെ കാസർഗോഡ് ജില്ലയിൽ ഈ ഷൂട്ട് വന്നു. അപ്പൊ നമ്മുടെ ഉണ്ണിരാജനോട് വിളിച്ചു പറഞ്ഞു എന്തായാലും മാഷ് ഫോട്ടോ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് നിർബന്ധത്തിന് വഴങ്ങിയാ കൊടുത്തത്. അപ്പൊ അങ്ങനെ ചെറുവത്തൂർ എന്റെ വീടിന്റെ അടുത്താണ്, ഒരു 4-5 കിലോമീറ്റർ ആണ് ഇതിന്റെ കാസ്റ്റിംഗ് നടന്നത്. അതുകൊണ്ട് അതിൽ പകർത്തി എറണാകുളത്താണ് കാസ്റ്റിംഗ്. ചിലപ്പോ ഞാൻ വരില്ലായിരുന്നു, ഒരു കാരണവശാലും വരില്ല. ഈ ഷൂട്ട് അപ്പൊ അന്ന് ഈ നാട്ടുകാരൊക്കെ ഷൂട്ട് കാണാനൊക്കെ വന്നിരുന്നു. വേണ്ട ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു, പഞ്ചായത്ത് മെമ്പർ ആയിരുന്നതുകൊണ്ട് എന്തായാലും ഒരു പഞ്ചായത്ത് മെമ്പറാണ് അഭിനയിക്കുന്നത്. അപ്പൊ ആരോടും ഞാൻ പറഞ്ഞില്ല അഭിനയിക്കുന്നത് പറഞ്ഞില്ല. സിനിമ ഇറങ്ങിയപ്പോഴാണ് എല്ലാവരും പറഞ്ഞത്. സിനിമ ഇറങ്ങിയപ്പോഴാണ് അതിന്റെ ആദ്യത്തെ ടീസറും മറ്റും ഇറങ്ങിയപ്പോഴാണ് ആള് കണ്ടത്. അപ്പൊ അന്നേരം ആളുകൾ വിചാരിച്ചു പറഞ്ഞാൽ ചെറിയ റോളായിരിക്കും എന്നാണ്. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോഴാണ് അവസരമില്ലാത്ത റോളാണ് മനസ്സിലായത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇപ്പൊ വേറെ സിനിമകൾ ഇപ്പൊ പറഞ്ഞ പ്രകമ്പനം ഇറങ്ങാനുണ്ട്, പെണ്ണ് കേസ് ഇറങ്ങാനുണ്ട്. പിന്നെ തിമിംഗലവേട്ട ഷൂട്ട് കംപ്ലീറ്റ് ആയതാണ്. നമ്മളെ എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്ന രതീഷ് ബാലകൃഷ്ണ പൊതുവാണ് സംവിധാനം ചെയ്ത സിനിമ ദുരൂഹ സാഹചര്യത്തിൽ. അത് വയനാട്ടിലെ ചാക്കോച്ചനും ഉണ്ട്. അപ്പോ അതിൽ ചെറിയ റോളാണ് അതിലുണ്ട്. പിന്നെ നമ്മളെ സിജു വിൽസൺ നായകനായിട്ട് സിനിമയുണ്ട്. അത് എന്റെ വർക്കെല്ലാം കഴിഞ്ഞു, അത് റിലീസ് ആവാൻ. പെരുങ്കളിയാട്ടം അത് അടുത്ത മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം റിലീസാവും. 8ഓളം സിനിമകൾ ഇപ്പൊ റിലീസാവാനുണ്ട്. ഇപ്പൊ എങ്ങനെ രാഷ്ട്രീയം എങ്ങനെയാണ്? ഇപ്പൊ മെമ്പറാണോ? മെമ്പർ ഈ പിന്നെ തെരഞ്ഞെടുപ്പോട് കൂടി മെമ്പർ അല്ലാതെ അല്ല ഈ ഇലക്ഷനിൽ നിന്നില്ല. ഇല്ല. അത് ഇപ്പൊ ഈ സിനിമയിലെ തിരക്കുകാരനാണോ വേണ്ടാന്ന് വെച്ചത്? അല്ല, ഞാൻ 2 ടേം ആയില്ലേ ഇപ്പൊ. അതുകൊണ്ട് ഇനിയിപ്പോ മാത്രല്ല ഇനിയിപ്പോ ഞാൻ മിക്കവാറും സമയത്ത് നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. തിരക്കുണ്ട്, അത്യാവശ്യം സിനിമയുണ്ട്. ഇപ്പൊ എല്ലാത്തിലും അഭിപ്രായം പറയും, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഭയങ്കര സീരിയസ്. നമ്മൾ ഇതിന് മുമ്പ് നടന്ന ഒരു ഇന്റർവ്യൂ ഭയങ്കര രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അപ്പൊ ഈ ഒരു ഇലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കുറിച്ച് അവലോകനമൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഒരു ഇടതുപക്ഷ അനുഭവം ഇലക്ഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തായാലും മുന്നേറ്റം ഉണ്ടാവേണ്ടതാണ്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യം ഒരു സ്വയം ഒരു മെമ്പർ എന്ന രീതിയിലും ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പരിശോധന. എന്റെ ഒരു വാർഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡാണ്. അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നമ്മുടെ പഞ്ചായത്ത് കഴിഞ്ഞ തവണ UDF-നായിരുന്നു, ഇത്തവണ LDF-ന് കിട്ടി. കിട്ടി. പിന്നെ നമ്മുടെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷത്തിൽ എല്ലാവരും വിജയിച്ചത് നമുക്ക് LDF-ന് തന്നെയാണ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും നമ്മുടെ സാബു അബ്രഹാം പ്രസിഡന്റായി വന്നു, LDF-നാണ്. കാസർഗോഡ് ജില്ല വലിയ കുഴപ്പമില്ല. അസംബ്ലി വരാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ അഭിനയത്തിന്റെ തിരക്കുള്ളതുകൊണ്ട് ഇനിയിപ്പോ സജീവമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങാൻ പറ്റുമോ? സജീവമായി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒരു സത്യം തന്നെയാണ്. ഉണ്ടാകുന്ന സമയങ്ങളിൽ അത്യാവശ്യം ചെയ്യാൻ ഒരു പ്രതീക്ഷ എന്താണ്? ഞാൻ പറഞ്ഞു അടുത്ത കേരളത്തിന്റെ ഭാവി പ്രതി വീണ്ടും ഈ പറഞ്ഞ പോലെ തുടർ ഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താണ് ഒരു എന്തായാലും ഈ നടന്ന ഒരു പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് വരേണ്ടതാണ്, വരുമെന്നാണ് പ്രതീക്ഷ. തന്നെയാണ് പ്രതീക്ഷ. അപ്പൊ എന്തായാലും നടക്കട്ടെ. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങളും അങ്ങനെ സംഭവിക്കട്ടെ, സിനിമയുടെ കാര്യവും അങ്ങനെ സംഭവിക്കട്ടെ. ഇനി ഗംഭീരമായിട്ടുള്ള നമുക്ക് എന്താ പറയാ തിരക്കായിട്ട് ഇപ്പൊ കൊച്ചിയിലേക്ക് മാറാൻ ഉദ്ദേശമില്ല. ഇല്ല, ഞാൻ എന്റെ നാട്ടിൽ തന്നെ. അതിനൊരു മാറ്റവും ഇല്ല. നേരെ വീട്ടിലേക്ക് ഇന്നിപ്പോ ഇത് കഴിഞ്ഞു, വൈകുന്നേരം നാട്ടിലേക്ക് പോകും. തിരിച്ചു ഇനി 1-ാം തീയതി കൊണ്ട് തിരുവനന്തപുരത്ത് വരണ്ട. അപ്പൊ നാട്ടിൽ പോയി ആളുകളെല്ലാം കണ്ട് വർത്തമാനം പറഞ്ഞു. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എന്താണ് പ്രിയപ്പെട്ട എല്ലാ മാക്സിക് മീഡിയയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. എല്ലാവർക്കും നല്ലൊരു മത്സരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഓക്കെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.